ഈ ചാനലിന്റെ വളർച്ച എന്ന് പറയുന്ന സുഹൃത്തുക്കളെ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനും അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ സപ്പോർട്ടുമാണ്. ഒത്തിരി സുഹൃത്തുക്കൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഈ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സഹായിക്കുക. നമസ്കാരം, PSC ടുഡേ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, നിങ്ങൾ എല്ലാവരും കാത്തിരുന്ന LGS മാരത്തോൺ ഡേ 2024 100 ഡേയ്സ് ചലഞ്ച് ആരംഭിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ LGSന്റെ ഓൺലൈൻ ക്ലാസിന്റെ പേര്. സുഹൃത്തുക്കൾ എല്ലാവരും ഒരു കാര്യം കൂടി ഒന്ന് ഓർത്തോളണേ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്ത സുഹൃത്തുക്കളെ ഒന്ന് ജോയിൻ ചെയ്യുക. ഇവിടെ പറയാത്ത കുറച്ച് വർക്കൗട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് അതിനകത്ത് ആഡ് ചെയ്ത് പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ എല്ലാ സുഹൃത്തുക്കൾക്കും സുസ്വാഗതം നമ്മുടെ ഏറ്റവും പുതിയ LGS മാരത്തോൺ 2024ലേക്ക്. ഇനി നമുക്ക് നോക്കാനുള്ളത് 2024 LGSന്റെ സ്റ്റഡി പ്ലാൻ ആണ്. അപ്പോൾ എന്തായാലും സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ പഠിക്കണം. ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു ദിവസം 2 മണിക്കൂർ എന്ത് ചെയ്യണം, നമ്മുടെ LGS പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി നമ്മുടെ മുമ്പിൽ ഏകദേശം 100 ദിവസമുണ്ട്. ഈ 100 ദിവസം കൊണ്ട് സുഖമായിട്ട് നമുക്ക് 2024 LGS ക്ലിയർ കട്ട് ചെയ്യാൻ പറ്റും. എല്ലാ ആഴ്ചയും സൺഡേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു 25 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ്, അത് നമ്മൾ തിങ്കൾ മുതൽ ശനി വരെ പഠിച്ചിട്ടുള്ള മുഴുവൻ പോയിന്റ്സും ചേർത്തുകൊണ്ട് ഒരു മോക്ക് ടെസ്റ്റ് കൂടെ നമ്മൾ കണ്ടക്ട് ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നുള്ളത്. നിങ്ങൾക്ക് എല്ലാവരും LGS റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരിക്കും, ഉറപ്പാണ്. അപ്പൊ നമുക്ക് സമയം കളയണ്ട. ഇന്ന് എന്താണ് പഠിക്കാനുള്ളത്? ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. പഠിക്കുന്ന സുഹൃത്തുക്കളെ, ഫോർവേഡ് ബ്ലോക്ക് എന്ന രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകിയതാരാണ്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. INA സ്ഥാപകൻ ചോദിച്ചാൽ അത് റാഷ് ബിഹാരി ബോസ് ആണ്. പഠിക്കുക. INA സ്ഥാപകൻ ആരെന്ന് ചോദിച്ചാൽ അത് റാഷ് ബിഹാരി ബോസ് ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും രൂപീകരിച്ചത് ജയപ്രകാശ് നാരായണനാണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയും അതുപോലെ തന്നെ പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയും CSPയും PSP എന്നിങ്ങനെ പറയും കേട്ടോ. CSP ആയിരുന്നാലും PSP ആയിരുന്നാലും ആരാണ് കൊണ്ടുവന്നത്? ജയപ്രകാശ് നാരായണനാണ്. പഠിക്കുക. മദൻ മോഹൻ മാളവ്യക്കൊപ്പം നാഷണൽ പാർട്ടി രൂപീകരിച്ചത് ലാലാ ലജ്പത് റായി ആണ്. പഠിക്കുവാനുള്ള പോയിന്റാ പറഞ്ഞത്. മദൻ മോഹൻ മാളവ്യക്കൊപ്പം നാഷണൽ പാർട്ടി രൂപീകരിച്ചത് ലാലാ ലജ്പത് റായി. പഞ്ചാബ് സിംഹം എന്നും പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായി ആണ്. പഞ്ചാബ് സിംഹം എന്നും പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായി ആണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുക അല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായി ആണ്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായി ആണ്. സൈമൺ കമ്മീഷനെതിരെ കരിങ്കൊടി കാട്ടിയതിന് ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ലാലാ ലജ്പത് റായി. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ്. സൈമൺ കമ്മീഷനെതിരെ കരിങ്കൊടി കാട്ടിയതിന്റെ പേരിൽ ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന് ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായി ആണ്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, INA സ്ഥാപകൻ എന്നറിയപ്പെടുന്നത് റാഷ് ബിഹാരി ബോസ് ആണ്. കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നാലും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരുന്നാലും സ്ഥാപകൻ ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. അതുപോലെ മദൻ മോഹൻ മാളവ്യക്കൊപ്പം നാഷണലിസ്റ്റ് പാർട്ടി രൂപീകരിക്കുന്നതിന് സഹായിച്ചിരുന്നത് ആരാണ്? ലാലാ ലജ്പത് റായി ആണ്. പഞ്ചാബ് സിംഹം എന്നും പഞ്ചാബ് കേസരി എന്നും അറിയപ്പെടുന്നത് ലാലാ ലജ്പത് റായി. സ്വാതന്ത്ര്യത്തിന് വേണ്ടി യാചിക്കുകയല്ല, അത് പിടിച്ചു വാങ്ങുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലാലാ ലജ്പത് റായി ആണ്. പഠിച്ചോളണേ, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സൈമൺ കമ്മീഷനെതിരെ കരിങ്കൊടി കാട്ടിയതിന് ലാത്തി ചാർജിൽ മരണപ്പെട്ട സ്വാതന്ത്ര്യ സമര സേനാനി ആരെന്ന് ചോദിച്ചാൽ അത് ലാലാ ലജ്പത് റായി ആണ്. ഇത്രയും പോയിന്റ് സുഹൃത്തുക്കൾ ഈ ഭാഗത്ത് നിന്ന് പഠിക്കും. ആദ്യമായി നമ്മൾ നോക്കാൻ പോകുന്നത് 17ാം ഗ്രൂപ്പ് മൂലകത്തിന് ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂറിൻ ആണ്. 17ാം ഗ്രൂപ്പ് മൂലകത്തിന് ഒരു ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫ്ലൂറിൻ. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്നറിയപ്പെടുന്നതാണ് ഹാലജൻസ്. ഹാലജൻസ് അറിയപ്പെടുന്ന പേരാണ് 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ എന്ന്. ഹാലജൻസിന് ക്രിയാശീലത കൂടുതലുള്ള മൂലകങ്ങളാണ്. ഹാലജൻസ് പൊതുവെ ക്രിയാശീലത കൂടിയ മൂലകങ്ങളാണ്. ഫ്ലൂറിൽ നിന്നും അസ്റ്റാറ്റിൻ എത്തുന്നതോടുകൂടി ക്രിയാശീലത കുറഞ്ഞു വരുന്നു. എവിടെ? ഈ പറഞ്ഞിരിക്കുന്ന ഹാലജൻസില്. അപ്പൊ ഹാലജൻസ് അല്ലെങ്കിൽ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ ആദ്യം വരുന്ന ഫ്ലൂറിനിൽ നിന്നും താഴേക്ക് വരും തോറും, അതായത് അസ്റ്റാറ്റിനിലേക്ക് എത്തുന്നതോടുകൂടി അവന്റെ ക്രിയാശീലകത എന്ത് ചെയ്യുന്നു? കുറയുന്നു. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ സാധാരണ രൂക്ഷഗന്ധമുള്ളവയും വിഷാംശമുള്ളവയുമാണ്. 17ാം ഗ്രൂപ്പ് മൂലകങ്ങൾ സാധാരണ രൂക്ഷഗന്ധമുള്ളവയും വിഷാംശമുള്ളവയുമാണ്. പഠിക്കുക. ഇനി 17ാം ഗ്രൂപ്പിൽ ഏതൊക്കെ മൂലകങ്ങൾ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഠിക്കുക സുഹൃത്തുക്കൾ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ. ആരൊക്കെയാണ്? ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്നിങ്ങനെ 5 പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് ഏതിൽ വരുന്നത്? നമ്മുടെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളിൽ വരുന്നത്. ഒന്നുകൂടി പറയാം. ഫ്ലൂറിൻ,
ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, അസ്റ്റാറ്റിൻ എന്നീ 5 പ്രധാനപ്പെട്ട മൂലകങ്ങളാണ് 17ാം ഗ്രൂപ്പിൽ വരുന്നത്. ഇവരെ വിളിക്കുന്ന പേരാണ് ഹാലജൻസ് എന്ന്. എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ഹാലജൻസ് എന്ന്. ഇനി ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ഈസി കോഡ് പറഞ്ഞു തരാം. ഹലോ FC ബ്രോക്ക് അയ്യോ ആസ്മ എന്നങ്ങ് പഠിക്കുക. ഹലോ FC ബ്രോക്ക് അയ്യോ ആസ്മ എന്നങ്ങ് പഠിക്കുക. ഇതിൽ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻസിനെ സൂചിപ്പിക്കുന്നു. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിൻ ആണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ എന്ന് പഠിക്കുക. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? ക്ലോറിൻ എന്ന് പഠിക്കുക. ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോമിൻ ആണ്. ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബ്രോമിൻ ആണ്. അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അയഡിൻ ആണ്. അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? അയഡിൻ ആണ്. അതുപോലെ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അസ്റ്റാറ്റിൻ ആണ്. ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്റ്റാറ്റിൻ ആണ്. അപ്പോൾ ഹലോ FC ബ്രോക്ക് അയ്യോ ആസ്മ എന്നങ്ങ് പഠിക്കുക. ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാലജൻസിനെ സൂചിപ്പിക്കുന്നു. F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലോറിൻ ആണ്. C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോറിൻ ആണ്. ബ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രോമിൻ ആണ്. അയ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയഡിൻ ആണ്. അതുപോലെ ആസ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസ്റ്റാറ്റിൻ ആണ്. അതോടുകൂടി നമ്മുടെ 17ാം ഗ്രൂപ്പ് മൂലകങ്ങളെല്ലാം നമ്മുടെ കയ്യിലെത്തും. പഠിക്കുക. ഇനി നമുക്ക് പ്രധാനമായിട്ടും അറ്റോർണി ജനറൽമാരായിട്ടുള്ള വ്യക്തികളെ കുറിച്ചാണ് പഠിക്കേണ്ടത്. ഇന്ത്യൻ അറ്റോർണി ജനറൽമാരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആണ് MC സെതൽവാദ്. പഠിച്ചോളനെ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആരാണ്? MC സെതൽവാദ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിരുന്ന വ്യക്തിയാണ് MC സെതൽവാദ്. പഠിച്ചോളനെ. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ എന്ന് പറയുന്നത് MC സെതൽവാദ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിരുന്ന വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അത് MC സെതൽവാദ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ MC സെതൽവാദ്. ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അത് MC സെതൽവാദ് ആണ്. അതുപോലെ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ MC സെതൽവാദ്. ഇത്രയും പോയിന്റ് അങ്ങ് പഠിച്ചോളനെ. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ MC സെതൽവാദ് ആണ്. ഒന്നുകൂടി പറയാം. ഇന്ത്യയുടെ ആദ്യത്തെ അറ്റോർണി ജനറൽ ആയിരുന്നു ചോദിച്ചാൽ MC സെതൽവാദ് ആണ്. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിരുന്ന വ്യക്തി MC സെതൽവാദ്. ഇന്ത്യയുടെ ആദ്യത്തെ ലോ കമ്മീഷൻ ചെയർമാൻ ആയിരുന്നു ചോദിച്ചാൽ അത് MC സെതൽവാദ് ആണ്. ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ ചെയർമാൻ ആരെന്ന് ചോദിച്ചാൽ അതും MC സെതൽവാദ് ആണ്. പഠിക്കുക. ഇന്ത്യയുടെ രണ്ടാമത്തെ അറ്റോർണി ജനറൽ ആണ് CK ഫദ്ദാരി. മറക്കല്ലേ. ഇന്ത്യയുടെ രണ്ടാമത്തെ അറ്റോർണി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് CK ഫദ്ദാരിയാണ്. CK ഫദ്ദാരിയാണ്. പഠിക്കുക. 2 തവണ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയ വ്യക്തിത്വമാണ് സോളി ജഹാംഗീർ സൊറാബ്ജി. പഠിച്ചോളനെ. 2 തവണ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിരുന്ന വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അതാണ് സോളി ജഹാംഗീർ സൊറാബ്ജി. 2 തവണ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിരുന്ന രണ്ടാമത്തെ വ്യക്തിത്വമായിരുന്നു ചോദിച്ചാൽ അതാണ് മിലൻ കുമാർ ബാനർജി. തമ്മിൽ തിരിഞ്ഞു പോവല്ലേ, കൺഫ്യൂഷൻ ആവല്ലേ, ഇമ്പോർട്ടന്റ് ആണ്. 2 തവണ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയ ആദ്യത്തെ വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് സോളി ജഹാംഗീർ സൊറാബ്ജിയും 2 തവണ ഇന്ത്യയുടെ അറ്റോർണി ജനറലായി സ്ഥാനമേറ്റ രണ്ടാമത്തെ വ്യക്തിത്വമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് മിലൻ കുമാർ ബാനർജിയുമാണ്. മലയാളിയായ ആദ്യത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിരുന്നു KK വേണുഗോപാൽ. ഒരുപാട് തവണ PSC പ്രീവിയസ് ആയി ചോദിച്ചതാണ്. ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. മലയാളിയായ ആദ്യത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആണ് KK വേണുഗോപാൽ. ഇന്ത്യയുടെ 15ാമത് അറ്റോർണി ജനറൽ ആയിരുന്ന വ്യക്തിയായിരുന്നു ചോദിച്ചാൽ അത് KK വേണുഗോപാൽ ആണ്. പഠിച്ചോളനെ. ഇന്ത്യയുടെ 15ാമത് അറ്റോർണി ജനറൽ ആരായിരുന്നു ചോദിച്ചാൽ അത് KK വേണുഗോപാൽ ആയിരുന്നു. അദ്ദേഹം 2017 മുതൽ 2022 വരെ ആയിരുന്നു നമ്മുടെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് സേവനം അനുഷ്ഠിച്ചിരുന്നത്. ഒന്നുകൂടി പറയാം, ശ്രദ്ധിക്കണേ. ഇന്ത്യയുടെ 15ാമത് അറ്റോർണി ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ KK വേണുഗോപാൽ ആണ്. മലയാളിയായ ആദ്യത്തെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരെന്ന് ചോദിച്ചാൽ KK വേണുഗോപാൽ ആണ്. KK വേണുഗോപാല് 2017 മുതൽ 2022 വരെയാണ് നമ്മുടെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആയിട്ട് സേവനം അനുഷ്ഠിച്ചത്. പഠിക്കുക. ഇന്ത്യയുടെ നിലവിലത്തെ അറ്റോർണി ജനറൽ R വെങ്കിട്ടരാമ രമണി. മറക്കല്ലേ. ഇന്ത്യയുടെ നിലവിലത്തെ അറ്റോർണി ജനറൽ ആരാ സുഹൃത്തുക്കളെ? R വെങ്കിട്ടരാമ രമണിയാണ്. ഇന്ത്യയുടെ 16ാമത് അറ്റോർണി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അത് R വെങ്കിട്ടരാമ രമണിയാണ്. ഇപ്പോ PSC അങ്ങനെയാണ് ചോദിക്കുന്നത് കേട്ടോ. ഇന്ത്യയുടെ 16ാമത് അറ്റോർണി ജനറൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് R വെങ്കിട്ടരാമ രമണിയാണ്. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ചെമയുങ് തുങ് ഹിമാനി. പഠിക്കുക. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെയാണ്? ചെമയുങ് തുങ് ഹിമാനിയാണ്. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ടിബറ്റിലെ മാനസ സരോവറിൽ വെച്ചാണ്.
സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ ടിബറ്റിലെ മാനസ സരോവറിൽ നിന്നാണ്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ഗംഗോത്രി ഹിമാനിയുടെ ഭാഗമായുള്ള ഗോമുഖ് ഗുഹയിൽ നിന്നാണ്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ്. ഒന്നുകൂടി പറയാം. ബ്രഹ്മപുത്ര നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ ചെമ യുങ് തുങ് ഹിമാനിയിൽ നിന്നാണ്. സിന്ധു നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ ടിബറ്റിലെ മാനസ സരോവറിൽ നിന്നാണ്. ഗംഗാ നദിയുടെ ഉത്ഭവസ്ഥാനം ചോദിച്ചാൽ ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖ് ഗുഹയിൽ നിന്നാണ് പഠിക്കുക. ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സുഹൃത്തുക്കൾക്ക് ചെറിയൊരു കോഡ് പറഞ്ഞു തരാം. സിന്ധുവിന്റെ മനസ്സ് കണ്ട് ചെമ പിടിച്ച ബ്രഹ്മനെ ഗംഗ ഗോ എന്ന് പറഞ്ഞു പഠിക്കുക. കോടെന്താ സുഹൃത്തുക്കളെ? സിന്ധുവിന്റെ മനസ്സ് കണ്ട് ചെമ പിടിച്ച ബ്രഹ്മനെ ഗംഗ ഗോ എന്ന് പറഞ്ഞു. ഇതിൽ സിന്ധുവിന്റെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദി മാനസ സരോവറിലാണ് അത് ഉത്ഭവിക്കുന്നത്. സിന്ധുവിന്റെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിന്ധു നദി അത് ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? മാനസ സരോവറിൽ നിന്നാണ്. ചെമ പിടിച്ച ബ്രഹ്മനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? ചെമ യുങ് തുങ് ഹിമാനി. അപ്പോ ചെമ പിടിച്ച ബ്രഹ്മനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രഹ്മപുത്ര നദി ഉത്ഭവസ്ഥാനം എവിടെയാ സുഹൃത്തുക്കളെ? ചെമ യുങ് തുങ് ഹിമാനിയാണ്. ഗംഗ ഗോ എന്ന് പറഞ്ഞു. ഇതിൽ ഗംഗ എന്ന് പറഞ്ഞാൽ ഗംഗാ നദി, ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോമുഖ് ഗുഹയെ സൂചിപ്പിക്കുന്നു. ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോമുഖ് ഗുഹയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ കോഡ് ഒന്നുകൂടി പറയാം. സിന്ധുവിന്റെ മനസ്സ് കണ്ട് ചെമ പിടിച്ച ബ്രഹ്മനെ ഗംഗ ഗോ എന്ന് പറഞ്ഞു. സിന്ധുവിന്റെ മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സിന്ധു നദി ഉത്ഭവിക്കുന്ന എവിടെ നിന്നാണ്? മാനസ സരോവർ. ചെമ പിടിച്ച ബ്രഹ്മനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രഹ്മപുത്ര നദി ഉത്ഭവസ്ഥാനം ചെമ യുങ് തുങ് ഹിമാനി. ഗംഗ ഗോ എന്ന് പറഞ്ഞു. ഗംഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഗാ നദി, ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗോമുഖ് ഗുഹയാണ്. ഗോമുഖ് ഗുഹയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഉത്തരം ഗോദാവരി. 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ച ചോദ്യം. കഴിഞ്ഞ എക്സാമിനും PSC ചോദിച്ചിരുന്നു. ഉപദ്വീപീയ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഗോദാവരിയാണ്. ഇപ്പോഴും പല സുഹൃത്തുക്കൾക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ചോദ്യമാണ്. നമുക്കതങ്ങ് ഈസി ആയിട്ട് പഠിച്ചു കളയാം. ഇവിടെ ഞാൻ ഇന്ത്യൻ ഉപദ്വീപീയ നദികളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അവന്റെ നീളത്തിനനുസരിച്ചാണ്. അതായത് നീളം കൂടുതലിൽ നിന്നും നീളം കുറഞ്ഞു വരുന്ന നദികൾ എന്നുള്ള കണക്കിലാണ് ഞാൻ ഇവനിവിടെ അറേഞ്ച് ചെയ്തേക്കുന്നത്. അത് ശ്രദ്ധിക്കുക. അപ്പോൾ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കുന്നത്? നീളം കൂടിയ നദിയിൽ നിന്നും നീളം കുറഞ്ഞ നദിയിലേക്കാണ് ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇനി ഈ ഒരു ഭാഗം പഠിച്ചു വെച്ചിരുന്നാല് ഉപദ്വീപീയ നദികളിൽ രണ്ടാമത് നീളം കൂടിയ നദി ചോദിച്ചാലും, ഏറ്റവും ചെറിയ ഉപദ്വീപീയ നദി ഏതെന്ന് ചോദിച്ചാലും, ഏറ്റവും വലിയ ഉപദ്വീപീയ നദി ഏതെന്ന് ചോദിച്ചാലും എല്ലാം സുഹൃത്തുക്കൾക്ക് കിട്ടും കേട്ടോ. അപ്പൊ നമുക്കൊന്ന് നോക്കാം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഉപദ്വീപ നദികൾ ഏതൊക്കെയാണെന്ന്. ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. നമ്മുടെ PSC ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. PSC വേറൊരു രീതിയിലുള്ള ട്രെൻഡിങ് ചോദ്യം ഇപ്പൊ ചോദിക്കുന്നുണ്ട്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഉപദ്വീപീയ നദിയുടെ ഭാഗം അല്ലാത്തത് ഏത് എന്നൊക്കെ പറഞ്ഞ് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഉപദ്വീപീയ നദികൾ ഏതൊക്കെയാന്ന് ചോദിച്ചാൽ PSC ചോദിക്കുന്ന നദികൾ ഏതൊക്കെയാണ്? ഗോദാവരി, കൃഷ്ണ, നർമ്മദ, മഹാനദി, കാവേരി, താപ്തി. ഇനി ഇത് എത്ര പഠിച്ചാലും തലയിൽ ഇരിക്കില്ല. ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആവും. ഗോദാവരിയാണോ കൃഷ്ണയാണോ? മിക്കുള്ള ഒരു ആൻസർ കൊടുക്കുന്ന നർമ്മദയൊക്കെ കൊടുക്കുന്നുണ്ട്. ഉപദ്വീപ ഏറ്റവും നീളം കൂടിയ ഉപദ്വീപ നദി എന്ന് പറഞ്ഞിട്ട് നർമ്മദയൊക്കെ ഉത്തരം കൊടുക്കുന്നുണ്ട്. അതൊക്കെ തെറ്റാണ് കേട്ടോ. ഉപദ്വീപ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദി ആരാണ്? ഗോദാവരിയാണ്. ആരാണ്? ഗോദാവരിയാണ്. ഈ കോഡ് അങ്ങ് പഠിച്ചാൽ മതി സുഹൃത്തുക്കൾ. ഇനി മറക്കൂല കേട്ടോ. ഒരിക്കലും നിങ്ങൾ മറക്കില്ല. ഒരു 5 തവണ ഈ കോഡ് റിപ്പീറ്റ് ആയിട്ട് എഴുതി അങ്ങ് പഠിച്ചു കഴിഞ്ഞാൽ അത്രയും നല്ലത്. കോഡ് ഇത്രയേ ഉള്ളൂ. കാണാതെ പോയ GK നർമ്മം M കാവേരി തപ്പിയെടുത്തു. മറക്കില്ലല്ലോ സുഹൃത്തുക്കളെ. കാണാതെ പോയ GK നർമ്മം M കാവേരി തപ്പിയെടുത്തു എന്നങ്ങ് പഠിച്ചു വെക്കുക. ഒന്നുകൂടി പറയുവാണെ കോഡ്. കാണാതെ പോയ GK നർമ്മം M കാവേരി തപ്പിയെടുത്തു. ഇതിൽ G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോദാവരി നദി, K എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണ നദി, നർമ്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നർമ്മദാ നദി, M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഹാനദി, കാവേരി നദി തന്നെയാണ്. തപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് താപ്തി നദി. മറക്കില്ലല്ലോ സുഹൃത്തുക്കളെ. സുഹൃത്തുക്കൾ വ്യക്തമായി ഈ ഭാഗം പഠിക്കുക. 1 മാർക്ക് ഷുവർ ആയിട്ട് ഈ ഭാഗത്ത് നിന്ന് സുഹൃത്തുക്കൾക്ക് ലഭിക്കും. യാതൊരു കൺഫ്യൂഷനും വേണ്ട. എന്നാലും നന്നായിട്ട് തന്നെ പഠിച്ചു വെച്ചേക്കുക. 1 മാർക്ക് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് ഉറപ്പാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യം എന്ന് പറയുന്നത് PSC പഠിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയും
കൃത്യമായി പഠിച്ചു തീർക്കേണ്ട ഭാഗമാണ്. കാരണം ഇനി പറയാൻ പോകുന്ന എല്ലാ പോയിന്റും 100-ൽ കൂടുതൽ തവണ PSC ആവർത്തിച്ച ചോദ്യമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട മേഖലയാണ് പറയുന്നത്. ഇവയിൽ പറയുന്ന എല്ലാ പോയിന്റ്സും 100-ൽ കൂടുതൽ തവണ PSC ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആദ്യം പഠിക്കാം. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VD ഭട്ടതിരിപ്പാടാണ്. ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് യോഗക്ഷേമ സഭ രൂപീകരിച്ചത്. ഒത്തിരി തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി സുഹൃത്തുക്കൾക്ക് തെറ്റിയ പോയിന്റ് ആണ്. സുഹൃത്തുക്കളെ, ഇതിന്റെ ചോദ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ഉത്തരം അങ്ങ് പഠിച്ചു കളയാം. ഒരു യോഗം കൂടുമ്പോൾ ആദ്യം എന്താണ് ചെയ്യുന്നത്? നമ്മൾ നിലവിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കും അല്ലേ? എന്നിട്ടല്ലേ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഒരു യോഗം ആരംഭിക്കുന്നത്. ഏതൊരു യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആദ്യം നമ്മൾ വിളക്കിൽ തിരിയിട്ട് ആ തിരി കത്തിച്ചതിന് ശേഷമായിരിക്കും യോഗം ആരംഭിക്കുന്നത്. അപ്പോ യോഗക്ഷേമ സഭ രൂപീകരിച്ച വ്യക്തി ആരാണ്? VT തിരിപ്പാട്. അപ്പൊ തിരിയിട്ട് കത്തിച്ചിട്ടാണ് യോഗക്ഷേമ സഭ ആരംഭിച്ചതെന്ന് ഓർത്ത് വെച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് ആരാണ്? VT ഭട്ടതിരിപ്പാട്. ഇനി മറക്കൂലല്ലോ സുഹൃത്തുക്കളെ. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? വിളക്കിനകത്ത് തിരിയിട്ട് കത്തിക്കണം. അപ്പൊ യോഗക്ഷേമ സഭ ആരംഭിച്ചത് VT ഭട്ടതിരിപ്പാട്. മറക്കരുത്. സമത്വ സമാജം വൈകുണ്ഠസ്വാമികള്. സമത്വ സമാജം ആരാണ്? വൈകുണ്ഠസ്വാമികളാണ്. സമത്വ സമാജത്തിന്റെ രൂപീകരണം ആരെന്ന് ചോദിച്ചാല് വൈകുണ്ഠസ്വാമികള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. ആനന്ദ മഹാസഭ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. അതിൽ തന്നെ ഉണ്ടാള്. ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. കണ്ടോ? രണ്ട് ആനന്ദന്മാര് കിടക്കുന്ന കണ്ടോ അതിനിടയ്ക്ക്? ആനന്ദ മഹാസഭ ബ്രഹ്മാനന്ദ ശിവയോഗി. അപ്പൊ ബ്രഹ്മാനന്ദ ശിവയോഗി എന്ത് ചെയ്തു? പുള്ളിക്കാരന്റെ പേരിന്റെ കുറച്ചെടുത്ത് എന്ത് ചെയ്തു? ഒരു സഭ അങ്ങ് ആരംഭിച്ചു. ആനന്ദ മഹാസഭ. അപ്പോ ആനന്ദ മഹാസഭ ആരംഭിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം ആരാണ് സുഹൃത്തുക്കളെ? വാഗ്ഭടാനന്ദൻ. നമ്മുടെ ആത്മാവിൽ നിന്നല്ലേ സുഹൃത്തുക്കളെ വാക്ക് പുറത്തു വരുന്നത്? നമ്മൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ നമ്മുടെ ആത്മാവിൽ നിന്നുമാണ് വാക്ക് പുറത്തു വരുന്നത് എന്നങ്ങ് പഠിക്കുക. അപ്പോ ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. ആത്മവിദ്യാസംഘം രൂപീകരിച്ച വ്യക്തി ആരാണ്? വാഗ്ഭടാനന്ദൻ. അപ്പോ ആത്മാവിൽ നിന്നാണ് വാക്ക് വരുന്നത് എന്നങ്ങ് പഠിച്ചു വെക്കുക. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയിൽ എന്താണ്? കറുപ്പാണ് എന്നങ്ങ് പഠിച്ചു വെക്കുക. അരയ സമാജം രൂപീകരിച്ചത് പണ്ഡിറ്റ് KP കറുപ്പൻ. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പോർഷൻ പഠിച്ചെടുക്കുക എന്ന് മാത്രം സുഹൃത്തുക്കൾ വിചാരിക്കുക. അരയ സമാജം രൂപീകരിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. സാധുജന പരിപാലന സംഘം രൂപീകരിച്ചത് അയ്യങ്കാളിയാണ്. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെക്കുക. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരെന്ന് ചോദിച്ചാൽ അയ്യങ്കാളിയാണ്. സാധുവായ അയ്യൻ എന്നങ്ങ് പഠിച്ചു വെച്ചിരിക്കുക. നായർ സർവീസ് സൊസൈറ്റി എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. NSS നായർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭൻ. ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ കുമാര ഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ ആരാണ്? കുമാര ഗുരുദേവൻ. സുഹൃത്തുക്കളെ, ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനല്ലേ പറ്റത്തുള്ളൂ. ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അത് ആരായിരിക്കണം ആ സഭ രൂപീകരിക്കേണ്ടത്? ഒരു ദേവനായിരിക്കണം രൂപീകരിക്കേണ്ടത്. അത്രേ ഉള്ളൂ. പോയിന്റ് ഓർത്ത് വെച്ചിരിക്കുക. പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാര ഗുരുദേവനാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. മറക്കരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചത് ആരാണ്? കുമാര ഗുരുദേവനാണ്. അപ്പോ ഒരു ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനായിരിക്കണം. പഠിച്ചു വെച്ചേക്കാ സുഹൃത്തുക്കൾ, ഒരിക്കലും മറന്നു പോവരുത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ കുമാരഗുരു ദേവനാണ്. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം നമ്മൾ PSC പഠിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അറിയാവുന്ന പോയിന്റ്. ശ്രീനാരായണ ഗുരു അതിൽ തന്നെ ഉണ്ടല്ലേ. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം രൂപീകരിച്ചതാരെന്ന് ചോദിച്ചാൽ അത് ശ്രീനാരായണ ഗുരുവാണ്. അതിൽ തന്നെയുണ്ട്. നമുക്ക് 1 മാർക്കോ അതിൽ കൂടുതലോ കിട്ടാൻ സാധ്യതയുള്ള മേഖലയിലുള്ള ചോദ്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കുക.
അപ്പൊ ഒന്നുകൂടി പറയുവാണ്, ഡൗട്ടുള്ള സുഹൃത്തുക്കൾ ശ്രദ്ധിച്ചിരിക്കുക. യോഗക്ഷേമ സഭ രൂപീകരിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. യോഗം ആരംഭിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? വിളക്കിലെ തിരിയിട്ട് കത്തിക്കും. അപ്പൊ ഭട്ടതിരിപ്പാട്. സമത്വ സമാജം രൂപീകരിച്ചത് വൈകുണ്ഠ സ്വാമികള്. ആനന്ദ മഹാസഭ രൂപീകരിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗി. രണ്ടിടത്തും ആനന്ദമുണ്ട് കേട്ടോ. ബ്രഹ്മാനന്ദ ശിവയോഗി. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാക്പടാനന്ദൻ. ആത്മാവിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. ആത്മവിദ്യാസംഘം രൂപീകരിച്ചത് വാക്പടാനന്ദൻ. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. അരയില് കറുപ്പാണ് എന്ന് പഠിച്ചു വെക്കുക. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പൻ. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. സാധുവായ അയ്യൻ എന്ന് പഠിച്ചു വെക്കുക. സാധുവായ അയ്യൻ എന്ന് പഠിക്കുക. സാധുജന പരിപാലന സംഘം അയ്യങ്കാളി. നായർ സർവീസ് സൊസൈറ്റി NSSന്റെ സ്ഥാപകൻ മന്നത്ത് പത്മനാഭനാണ്. പ്രത്യക്ഷ രക്ഷ ദൈവസഭ കുമാര ഗുരുദേവൻ. ദൈവങ്ങൾക്ക് വേണ്ടി ഒരു സഭ രൂപീകരിക്കണമെങ്കിൽ അതൊരു ദേവനെ പറ്റുള്ളൂ. അപ്പോ പ്രത്യക്ഷ രക്ഷ ദൈവസഭ രൂപീകരിച്ചത് കുമാരഗുരു ദേവനാണ്. പിന്നെ ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം ആരാണ് രൂപീകരിച്ചതെന്ന് ചോദിച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ശ്രീനാരായണ ഗുരുവാണ്. ആ ചോദ്യത്തിൽ തന്നെ ഉത്തരം അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇത്രയും ഭാഗം സുഹൃത്തുക്കൾ വ്യക്തമായിട്ട് പഠിക്കുക. അടുത്തതായി നമുക്ക് പഠിക്കുവാനുള്ളതാണ് മലബാർ കോൺഗ്രസ്. ഇമ്പോർട്ടൻസ് കൊടുത്തു പഠിക്കുക. ഈ മേഖലയിൽ നിന്ന് ഒത്തിരി ചോദ്യങ്ങൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് സുഹൃത്തുക്കൾ പഠിക്കുക. മലബാർ ജില്ലാ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം അഥവാ പ്രഥമ സമ്മേളനം നടന്ന വർഷം 1916. മറക്കല്ലേ, മലബാർ കോൺഗ്രസിന്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് വർഷം ചോദിച്ചു കഴിഞ്ഞാൽ 1916. ഇതിന് അധ്യക്ഷത വഹിച്ചത് ആനി ബസന്റ് ആണ്. ഇതിന് അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം നടന്ന വർഷം ചോദിച്ചാൽ അത് 1916. ഇതിന് അധ്യക്ഷത വഹിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനി ബസന്റ്. മറക്കരുത്. സമ്മേളനം നടന്നതാണ് പാലക്കാട്. മറക്കരുത്. സമ്മേളനം നടന്ന സ്ഥലം എവിടെയാണ്? പാലക്കാടാണ്. മറക്കരുത്. 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് മഞ്ചേരി. 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മഞ്ചേരിയിൽ വെച്ചാണ്. ഇതിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ കസ്തൂരി രംഗ അയ്യങ്കാർ. മറക്കരുത്, ഇതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? കസ്തൂരി രംഗ അയ്യങ്കാർ. ഒന്നുകൂടി പറയാം, 1920 മലബാർ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം ചോദിച്ചാൽ അത് മഞ്ചേരിയാണ്. അധ്യക്ഷ സ്ഥാനം വഹിച്ചത് ആരെന്ന് ചോദിച്ചാൽ അത് കസ്തൂരി രംഗ അയ്യങ്കാരാണ്. ഇവിടെ പ്രധാനമായും ചർച്ച ചെയ്ത വിഷയങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. LGS LDC ലെവലുള്ള സുഹൃത്തുക്കൾ നന്നായിട്ടൊന്ന് പഠിക്കുക. ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. മറക്കരുത്, ഭരണപരിഷ്കരണം, കുടിയാൻ പ്രശ്നം, ഖിലാഫത്ത്. ഗാന്ധിജി കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. ഗാന്ധിജിയുടെ കേരള യാത്രകളെ കുറിച്ച് നമുക്കൊരു ക്ലാസ് ചെയ്യാം. ഇപ്പോ പഠിക്കുക സുഹൃത്തുക്കള്. ഗാന്ധിജി കോഴിക്കോടെത്തി ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് പിന്തുണ പ്രഖ്യാപിച്ച വർഷം 1920. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും ശക്തി പ്രാപിച്ചത് മലബാറിലാണ്. കേരളത്തിൽ ഖിലാഫത്ത് പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ മലബാറിലാണ്. മറക്കരുത്. KPCCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23-നാണ്. KPCCയുടെ ആദ്യ സമ്മേളനം നടന്നത് 1921 ഏപ്രിൽ 23-ന്. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി K മാധവൻ നായർ. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി ആരാണ്? K മാധവൻ നായരാണ്. KPCCയുടെ ആദ്യത്തെ സെക്രട്ടറി ആയ വ്യക്തി ആരാണ്? K മാധവൻ നായരാണ്. KPCCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് 100-ൽ കൂടുതൽ തവണ ചോദിച്ച ചോദ്യം ഒറ്റപ്പാലം. KPCCയുടെ ആദ്യത്തെ സമ്മേളനം നടന്നത് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒറ്റപ്പാലമാണ്. മറക്കരുത്. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനമായിരുന്നു പയ്യന്നൂർ സമ്മേളനം. വർഷം 1928. ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ച സമ്മേളനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പയ്യന്നൂർ സമ്മേളനം. വർഷം 1928. ഈ വർഷം സുഹൃത്തുക്കൾ മറക്കരുത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള ഒരു വർഷമാണ്. അവസാദശിലയുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. അവസാദശിലയുടെ രൂപീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ അവസാദശിലയെ നമ്മൾ 3ആയിട്ട് തരംതിരിക്കുന്നു. ആദ്യത്തേതാണ് ബലാകൃതമായി രൂപപ്പെട്ടവ. ബലാകൃതമായി രൂപപ്പെട്ടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബാഹ്യബലങ്ങളുടെ സ്വാധീനത്താൽ അവസാദങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് ബലാകൃതമായി രൂപപ്പെട്ടവ എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലെ, ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്നറിയപ്പെടുന്നു. ഒന്നുമില്ല സുഹൃത്തുക്കളെ, ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ ബലത്തിന്റെ സ്വാധീനത്താല് ഈ പറഞ്ഞ അവസാദങ്ങൾ എല്ലാം കൂടിച്ചേരുകയും അവിടെ വെച്ച് അത് കട്ടിയുള്ള ഒരു ശിലയായി മാറുകയും ചെയ്യുന്നെങ്കിൽ അത്തരത്തിലുള്ള അവസാദ ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകള്. ഡൗട്ട് ഒന്നുമില്ലല്ലോ, ഒന്നും കൂടി പറഞ്ഞു തരാം. എന്താണ് ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാല്
ബാഹ്യബലത്തിന്റെ ഏതെങ്കിലും സ്വാധീനത്തിൽ, അത് കാറ്റായിരിക്കാം, മഴയായിരിക്കാം, ഒഴുകുന്ന ജലമായിരിക്കാം, എന്ത് വേണമെങ്കിലും ആകാം, ഇങ്ങനെ ഒരു ബാഹ്യബലത്തിന്റെ സ്വാധീനത്താല് അവസാദങ്ങൾ എല്ലാം കൂടി ഒരു സ്ഥലത്ത് വന്ന് കൂട്ടപ്പെടുകയും അവിടെ വെച്ച് ഈ അവസാദങ്ങളെല്ലാം ചേർന്ന് കട്ടിപിടിച്ച് അവസാദ ശിലയായിട്ട് മാറുകയാണെന്ന് കരുതുക. ഇത്തരത്തിലുള്ള ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബലാകൃതമായി രൂപപ്പെട്ടവ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. ബലാകൃതമായി രൂപപ്പെട്ട അവസാദ ശിലകളുടെ ഉദാഹരണം പ്രീവിയസ് ചോദ്യമാണ്, പഠിക്കണം നമ്മൾ. മണൽക്കല്ല്, കൺകളോമൈറ്റ്, എന്താണ് കൺകളോമൈറ്റ്, ചുണ്ണാമ്പ് കല്ല്, ഷെയിൽസ്, അതുപോലെ തന്നെ ലെസ്. ഇത്രയും പഠിച്ചോളണേ. പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. ടെക്സ്റ്റ് ബുക്കുകളിൽ കൃത്യമായിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് അവസാദശിലകളെ നമ്മൾ തരംതിരിച്ച് പഠിക്കാനുള്ള കാരണം. ഇല്ലെങ്കിൽ ഈ പറഞ്ഞു ഞാൻ പോകുന്നത് എല്ലാം അവസാദശിലകളുടെ ഉദാഹരണമാണ്. അപ്പോ സുഹൃത്തുക്കളെ ഈ ഭാഗം പഠിക്കുക. അടുത്തതാണ് ജൈവികമായി രൂപപ്പെട്ട അവസാദശിലകൾ. ജൈവികമായി രൂപപ്പെട്ട അവസാദശിലകൾ എന്താണ് നമുക്കൊന്ന് നോക്കാം. ജന്തുക്കളുടെയും സസ്യങ്ങളുടെയും അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെട്ട അവസാദശിലകളാണെങ്കിൽ അതിനെ ജൈവികമായി രൂപപ്പെട്ട അവസാദശിലകൾ എന്ന് പറയുന്നു. അപ്പൊ അവസാദശിലകളില് ജൈവികമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ അവശിഷ്ടം ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജൈവികമായി രൂപപ്പെട്ട ശിലകൾ എന്ന്. ഒന്നുകൂട്ടി പറയാം സുഹൃത്തുക്കളെ, ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് ഒരു അവസാദ ശില രൂപീകരിക്കുന്നത് എന്ന് കരുതുക. അത്തരം ശിലകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന. ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന് ചോദിച്ചാൽ കൽക്കരി ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കേട്ടോ. ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കൽക്കരി. ജൈവികമായി രൂപപ്പെട്ട അവസാദ ശിലയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൽക്കരിയാണ്. പിന്നെയാണ് ഗീസറൈറ്റ്. എന്താണ് ഗീസറൈറ്റ്? ചോക്ക്, ചുണ്ണാമ്പ് കല്ല്. ചുണ്ണാമ്പ് കല്ലും വീണ്ടും വന്നേ, പഠിച്ചോളണേ. ജന്തുക്കളുടെയോ സസ്യങ്ങളുടെയോ അവശിഷ്ടങ്ങൾ കൂടിച്ചേർന്ന് രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് ജൈവികമായി രൂപപ്പെടുന്ന അവസാദ ശിലകൾ. അതിന്റെ ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ കൽക്കരി, ഗീസറൈറ്റ്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല്. കൽക്കരി, ഗീസറൈറ്റ്, ചോക്ക്, ചുണ്ണാമ്പ് കല്ല് പഠിക്കുക. മൂന്നാമത്തതാണ് രാസീയമായി രൂപപ്പെട്ട അവസാദങ്ങൾ. രാസപ്രക്രിയയിലൂടെ കടന്നുപോയി രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് രാസീയമായി രൂപപ്പെട്ട അവസാദ ശിലകള്. ഒന്നുകൂടി പറയാം സുഹൃത്തുക്കളെ, രാസീയമായി രൂപപ്പെട്ട അവസാദ ശില എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് അവസാദങ്ങൾ രാസപ്രക്രിയയിലൂടെ കടന്നുപോയി രൂപപ്പെടുന്ന അവസാദ ശിലകൾ അറിയപ്പെടുന്ന പേരാണ് രാസീയമായി രൂപപ്പെട്ട അവസാദ ശിലകൾ എന്ന്. അപ്പൊ 3 പ്രധാനപ്പെട്ട അവസാദ ശിലകളുടെ വകഭേദവും നമ്മൾ പഠിച്ചു കഴിഞ്ഞേ. 3 പ്രധാനപ്പെട്ട അവരുടെ ഡിവിഷൻ നമ്മൾ പഠിച്ചേ. അപ്പോ ആദ്യമായിട്ട് നമ്മൾ ഏതാണ് പറഞ്ഞതെന്ന് ചോദിച്ചാല് ബലാകൃതമായ രീതിയിൽ രൂപപ്പെട്ട അവസാദ ശിലകള്. രണ്ടാമത്തത് നമ്മൾ പറഞ്ഞു ജൈവികമായ രീതിയിൽ രൂപപ്പെട്ട അവസാദ ശിലകള്. അവസാനം നമ്മൾ പറയുന്നു രാസീയമായി രൂപപ്പെട്ട അവസാദ ശിലകള്. അപ്പൊ രാസീയമായി രൂപപ്പെട്ട അവസാദ ശിലകളുടെ പ്രത്യേകത എന്താണ്? ഇത്തരം അവസാദ ശിലകൾക്ക് രാസപ്രക്രിയയിലൂടെ കടന്നുപോയായിരിക്കും രൂപപ്പെടുന്നത്. ഇത്തരം അവസാദങ്ങള് രാസപ്രക്രിയയിലൂടെ കടന്നുപോയിട്ട് എന്തായിട്ട് മാറുന്നു? അവസാദ ശിലയായിട്ട് മാറുന്നു. ഇതിന്റെ പ്രധാനപ്പെട്ട ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ചെർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ചെർട്ട്, ചുണ്ണാമ്പ് കല്ല് അവിടെയും വരുന്നു. ഹാലൈറ്റ്, പൊട്ടാഷ്. ഈ പൊട്ടാഷ് പ്രീവിയസ് ആണ്, പഠിച്ചോളണേ. രാസീയമായി രൂപപ്പെട്ട അവസാദങ്ങൾക്ക് ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാല് ചെർട്ട്, ചുണ്ണാമ്പ് കല്ല്, ഹാലൈറ്റ്, പൊട്ടാഷ്. ചെർട്ട്, ചുണ്ണാമ്പ് കല്ല്, ഹാലൈറ്റ്, പൊട്ടാഷ് പഠിച്ചോളുക. മഞ്ഞ് തിന്നുന്നത് എന്നർത്ഥം വരുന്ന പ്രാദേശിക വാദം എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. മഞ്ഞ് തിന്നുന്ന എന്നർത്ഥം വരുന്ന പ്രാദേശിക വാദം എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റ് എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റ് എന്നറിയപ്പെടുന്നത് ചിനൂക്കാണ്. അമേരിക്കയിലും കാനഡയിലും വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. അമേരിക്കയിലും കാനഡയിലും വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യപ്രദമായ കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. പഠിച്ചോളണേ. കനേഡിയൻ സമതലങ്ങളിലെ ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യപ്രദമായ കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. അടുത്തത് നമുക്ക് പഠിക്കാൻ പോകുന്നതാണ് ഫൊൻ. മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക വാദം എന്ന് ചോദിച്ചാൽ അത് ഫൊന്നാണ്. മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശിക വാദം എന്ന് ചോദിച്ചാൽ ഫൊന്നാണ്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ്. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ആരാണ്? ഫൊന്നാണ്.
യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയുടെ ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഫൊന്നാണ്. അപ്പോൾ ഫൊന്നൊരു ഉഷ്ണക്കാറ്റാണ്, ചിനൂക്കും ഒരു ഉഷ്ണക്കാറ്റാണ്. ഒന്നുകൂടി പറയാം, മഞ്ഞു തിന്നുന്ന എന്നർത്ഥം വരുന്ന പ്രാദേശികവാദം എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. റോക്കി പർവ്വതനിരയിലൂടെ വീശുന്ന കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. അമേരിക്കയിലും കാനഡയിലും വീശുന്ന വരണ്ട ഉഷ്ണക്കാറ്റ് ഏത് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. കനേഡിയൻ സമതലങ്ങളിൽ ഗോതമ്പ് കൃഷിക്ക് പ്രയോജനപ്രദമായ കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ചിനൂക്കാണ്. ഫൊൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുന്തിരിക്കുലകൾ പാകമാകുന്നതിന് സഹായിക്കുന്ന പ്രാദേശികവാദമാണ് ഫൊൻ. യൂറോപ്യൻ ചിനൂക്ക് എന്നറിയപ്പെടുന്നത് ഫൊന്നാണ്. യൂറോപ്പിലെ ആൽപ്സ് പർവ്വതനിരയ്ക്ക് ചെരുവിലൂടെ വീശുന്ന ഉഷ്ണക്കാറ്റ് എന്ന് ചോദിച്ചാൽ അത് ഫൊന്നാണ്. പഠിക്കുക. ഇത്രയും നേരം ഈ വീഡിയോ സുഹൃത്തുക്കളാർക്ക് നന്ദി, നമസ്കാരം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക. സബ്സ്ക്രൈബ് ബട്ടനോട് ചേർന്നുള്ള ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ സുഹൃത്തുക്കളെ നിങ്ങളിലെത്തുന്നതാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നല്ലൊരു ദിവസം നേരുന്നു.